അമ്മമ്മേ എന്തി കറിയാക്കുന്നേ? ആവല് നമുക്ക് പൊള്ളിച്ചെടുക്കാൻ. ആവല് കിട്ടിയിട്ടുണ്ട്. ഇന്ന് മുറിച്ച് കഴുകിയിട്ട് ഉപ്പെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് പൊള്ളിച്ചെടുക്കാൻ പറ്റുന്നു. ഉച്ചക്കയിലെ കറി ആവല് കറിയാക്കാം. ഇത് പൊള്ളിച്ചെടുക്കാനുള്ള ആവല് മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് മസാലകളെല്ലാം പുരട്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഒരു 10 മിനിറ്റ് സമയം ഇതിനെ നമുക്ക് മാറ്റി വെക്കണം. നന്നായി മസാലകളെല്ലാം പിടിച്ചതിന് ശേഷം ഇതിനെ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷമാണ് ഇതിന് വേണ്ടുന്ന ഗ്രേവി കൂടി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഈ മീൻ വറുത്തെടുത്തതും കൂടി വെച്ചിട്ട് പൊള്ളിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇതിനാവശ്യമായ ഗ്രേവി തയ്യാറാക്കാം നമുക്ക്. ഇന്നത്തെ പാചകം മോളാണ് ആവോലി കറി ഉണ്ടാക്കുന്നത്. കടുക് ഇടുന്നുണ്ട്. പറഞ്ഞോ. ആ കറിവേപ്പില, വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം അടുത്തായിട്ട് ഇടുന്നത് ഉപ്പിട്ട് കൊടുക്കാൻ നേരം അത് പെട്ടെന്ന് വേണ്ടി ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു നുള്ള് പെരുംജീരകം, ഇത് അടച്ചു വെച്ചാൽ നല്ല പണ്ട് നല്ല വൃത്തിയിൽ വെന്തിട്ടുണ്ട്. അതിങ്ങനെ വേവിച്ചതുകൊണ്ട് അതിൻ്റെ കളർ മാറിയതിന് വഴറ്റുന്നതിനെക്കാട്ടിയും ഉപ്പിട്ടിട്ട് പെട്ടെന്നാവുന്നല്ലേ. ഉപ്പിട്ടിട്ട് അടച്ചു വെച്ചാൽ മതി സിമ്മിൽ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, ഇളക്കി കൊടുക്കാൻ മതി. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം അല്ലേ. അപ്പം നല്ല വൃത്തിയിൽ പിന്നെ കുറേ സമയം ഇളക്കിക്കൊണ്ടിട്ടുണ്ടല്ലോ. ഇപ്പം ഇട്ടത് തക്കാളി പച്ചമുളക് കേട്ടോ. അത് മറന്നുപോയല്ലോ അവരെ. തക്കാളിയും പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഇളക്കുന്നത് ആരായാലും തീർക്കടില്ല, കറി നല്ലതായാ മതി. അമ്മയും മോളും മത്സരിച്ചിട്ട് കറി ഉണ്ടാക്കുന്നുണ്ട്. ടേസ്റ്റ് എങ്ങനെയാന്നിട്ടത് കൂട്ടി വെക്കുമ്പോ അറിയാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉണ്ടായാ മതി. സന്തോഷിന്റെ ഇളക്കൽ കൊണ്ട് ഇന്നത്തെ കറി നല്ല സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. ആ ഇളക്കല് അത് സ്പെഷ്യൽ ആണെന്ന് തോന്നില്ല. എന്തോ കുറച്ച് മോളിളക്കിട്ട് പോയി. അമ്മേടെ വക ഇളക്കുന്നുണ്ട്. അപ്പൊ അതില് പൊടിയെല്ലാം ഇട്ട് കൊടുക്കല്. കഴിഞ്ഞതിന് ശേഷം തക്കാളി മൂപ്പിച്ചതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കുന്നത് പോലെ കേട്ടാ. ആയാ പൊടികൾ ഇടാൻ? പൊടികള് എടുത്തു വെച്ചിട്ടുണ്ടല്ലേ. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് ചതച്ചത്. കുരുമുളക് ചതച്ചത്, പൊടിച്ചതല്ല, ചതച്ചത്. അതുപോലെ സ്പൂൺ അളവിന് എടുത്ത് വെച്ചതാണ്. 2 സ്പൂൺ മല്ലിപ്പൊടിയും അല്ലേ. തേങ്ങാപ്പാൽ ഒഴിക്കണം. കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു അല്ലേ. ഇത് വീഡിയോ ഒരാളും പാചകം ഒരാളും ആയതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിക്കുന്ന വീഡിയോ ഒന്നും കിട്ടിയിട്ടാ. എല്ലാം ഒരു കൈമലയാകുമ്പോ എല്ലാം കാണുന്നു. ഇനി അടുത്ത സ്റ്റേജ് എന്തോന്ന്? മീൻ പൊരിക്കുന്നതാ. ഇനി മീന
എണ്ണയിൽ മുക്കി പൊരിക്കുന്നതാ മറ്റേ പാനിൽ ഇടുന്നത്? പാൻ വെച്ചിട്ട് പൊരിച്ചെടുക്കുന്നത്. മസാല റെഡി ആയിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോ അടുത്തതായിട്ട് മീൻ വറുക്കാൻ്റെ പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. മീൻ പൊള്ളിക്കാനില്ലേ മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മ ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഞാനത് ഇങ്ങനെ എടുത്തു വെച്ച് വന്നിട്ടു. ഒന്ന് മൊത്തമായിട്ടല്ല, ഞാൻ കഷ്ണം കഴിച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മോള് പുറത്തേക്ക് മുങ്ങിയിട്ടുണ്ട്, ഒളുപ്പ് വരും പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണ. നമ്മ വെളിച്ചെണ്ണ ഇവിടെ ഉപയോഗിക്കില്ലല്ലോ എല്ലാത്തിനും. നമ്മളെ വാഴക്കൈ വെച്ചിട്ട് ഇതിനെ എണ്ണ തടകി എടുക്കുന്നുണ്ട്. ഇത് വലിയ പാൻ ആയതുകൊണ്ടുണ്ടല്ലോ ഒന്നിച്ച് തന്നെ വെക്കാലോ വെച്ചിട്ടാണ് ഈ പാൻ എടുത്ത് വെച്ചത്. പൊള്ളിക്കുന്നതിന് മീൻ ഇങ്ങനെ കട്ട് ചെയ്ത് വിടലും, പക്ഷെ ഞങ്ങളുടെ അങ്ങനെ വലിയ കഷ്ണം കൂട്ടാറില്ല ആരും. വലിയ പീസായി കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ കൂട്ടലില്ല, കഴിക്കാറില്ല ആരും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നമ്മ ചെറിയ പീസാക്കിയിട്ടാന്ന് വെച്ചിട്ട് ഇവര് കഴിക്കും. ഇവര് കഴിക്കുന്ന വെച്ചിട്ട് ഇവിടെ ഏട്ടനൊന്നും കഴിക്കില്ല. അപ്പൊ അതുകൊണ്ട് ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്നവരത് കട്ട് ചെയ്യാതെ വരഞ്ഞു കൊടുത്താൽ മതിയാവും അല്ലേ? നമുക്ക് വെറൈറ്റി മീൻ പൊള്ളിച്ചത് കട്ട് ചെയ്തിട്ട് കാണാൻ സ്റ്റൈൽ ഉണ്ടാവില്ല, തിന്നാൻ സ്റ്റൈലില്ല. ഞാൻ ഈ ഇങ്ങനത്തെ മീനൊന്നും കഴിച്ചിട്ടാട്ടോ, അതുകൊണ്ട് എനിക്ക് ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. മോള് പറയുന്നതാണ് നിന്റെ ശരി. ഇതപ്പോ നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം മറിച്ചിടാം അല്ലേ? മൊരിഞ്ഞു വന്നതിന് ശേഷം മറിച്ചിടുന്നത്. അവള് പുറത്തേക്ക് പോയിട്ടുണ്ട്. കുഞ്ഞുണ്ട്, കുഞ്ഞ് കരയുമ്പോ പുറത്തേക്ക് പോകുന്നത് എണ്ണയുടെ കാവലാക്കിയിട്ട്. മീൻ പൊരിഞ്ഞില്ലേ ഇത്? ആയില്ലേ? മീൻ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിതിനെ വാഴയിലേക്ക് മാറ്റണം. മസാലകളുടെ ഇറക്കിയിട്ട് വാഴയിലേക്ക് മാറ്റണം അല്ല പെണ്ണേ? നീ എവിടെ പോയത്? വാ, ഇത് പൊരിഞ്ഞു. പറ, അതിന് ബാക്കി പൊരിഞ്ഞു. ഇത് മീൻ പൊള്ളിക്കാൻ വേണ്ടിട്ട് ഇല വാട്ടിയെടുക്കുന്നതാണ്. വാട്ടി എന്ന് പറഞ്ഞാല് മനസ്സിലാവും എല്ലാവർക്കും? എന്തിനാ പറയല്? അല്ല, ഞങ്ങൾക്ക് എന്തായാലും അത് തീയിലിട്ടിട്ട് ഇതാക്കുന്ന കാണുമ്പോ മനസ്സിലാവുമല്ലോ ഇതെന്താ ഇവര് പറഞ്ഞത്. ചുട്ടെടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതെ, അത് കണക്കന്നെ. അതെന്ന് പറഞ്ഞാൽ ബാട്ടിന്ന് പറയും. പിന്നെ ഇലനെ പൊരിച്ചെടുക്കുന്ന ഇത് വാഴ ഇല വാട്ടിയിട്ട് അതില് കരിയാമ്പില വെച്ചതല്ലേ? കറിവേപ്പില വെച്ചിട്ട് മസാലകൾ ഇട്ടേക്കുന്നുണ്ട്. ഇത് കെട്ടാൻ വേണ്ടി വള്ളി എടുത്ത് വെച്ചതാണ് കേട്ടാ, പൊതിഞ്ഞ് കെട്ടാൻ വേണ്ടിട്ട്. ഇതില് 2-3 പീസ് ഒന്നിൽ തന്നെ ഇടാട്ടാ. അത് കഷ്ണം കഴിച്ചത് കൊണ്ട് 2-3 പീസ് ഒന്നിച്ച് തന്നെ ഇടാന്ന്. മോളെ അത് പൊള്ളും. വീണ്ടും മസാലകൾ ഇട്ടു. രണ്ട് കറിവേപ്പില വീണ്ടും വെക്കുന്നുണ്ട്. ഏതാ ചെറുതായി പോയാ? വള്ളി വെച്ചിട്ട് ഇത് മതിയാ? വള്ളി
മതി ഈ വള്ളി മതി ഈ വള്ളി. അത് വാഴയില് ഇലയില് നാരന്നെ ഇലത് ഇലയില് നാര് വെച്ചിട്ട് പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ബാക്കിയുള്ള മീനുകളും കൂടി സെയിം രീതിയിൽ എടുത്ത് വെക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ആവിക്ക് വെക്കാം. അതായത് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചിടാം. അപ്പൊ ഇതൊന്ന് അടച്ച് വേവിച്ചിട്ട് കുറച്ച് കഴിയുമ്പോ വീണ്ടും തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കാന്ന്. നീ ഉണ്ട് ഇതാ ഞങ്ങൾ എല്ലാരും ഉണ്ട് കേട്ടാ. ഇതാ എന്റെ കുഞ്ഞുമക്കള്. ഇതാ കൊടുത്തു നന്ദൂസേ. മീൻ പൊള്ളിച്ചേന് എല്ലാരും കൂടിയിട്ടാണ് മീൻ പൊള്ളിച്ചിന്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറയാട്ടാ. അതിനൊന്ന് മറിച്ചിടാം നമുക്ക്. മോള് കുഞ്ഞിയണേച്ചിട്ട് പോയിട്ടുണ്ട്. നന്ദൂസിന്റെ വകയാണ്. നന്ദു അങ്ങനെ അടുക്കള പണി പഠിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ദുബൈയിൽ പോയിട്ട് ഞാൻ മോളായിരിക്കും അടുക്കളയിലെല്ലാം ചെയ്യുന്നല്ലേ. പിന്നെ എന്താ ഈ സിമ്മിൽ വെച്ചിട്ടാണുള്ളത്. കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ ആ ഭാഗം കൂടി മൊരിഞ്ഞു വരും വരെ ഇങ്ങനെ ഇരിക്കട്ടെ. മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. എനിക്ക് കഴിച്ചു നോക്കുന്നല്ലേ. ഇനിയിപ്പോൾ ആ കഴിച്ചു നോക്കിയിട്ട് പറയും ടേസ്റ്റ് എങ്ങനെയാണുള്ളത് കേട്ടാ. സൂപ്പർ ഒല്ലു കേട്ടാ. കുഞ്ഞേശ കറി വാങ്ങണ്ട. സൂപ്പറാ സൂപ്പർ. ബൈ ബൈ ബൈ. മോളുണ്ടാക്കിയ ഐക്കുറ വിളിച്ചതിൻ്റെ വീഡിയോ കണ്ടല്ലോ എല്ലാവരും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടാതെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. നിങ്ങളുടെ സ്വന്തം സുധേച്ചി.